കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം പ്രയോഗിച്ചത് ഏകദേശം 2400 പേട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ സൈനിക നേട്ടമായിട്ടോ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തായിട്ടോ ഒക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഈ കണക്കുകളുടെ യഥാർത്ഥ ഗണിതം പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭയാനകമായ പ്രതിസന്ധിയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആയിട്ടുള്ള അമേരിക്ക ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് പരമാവധി 600 മുതൽ 650 വരെ പേട്രിയറ്റ് മിസൈലുകളാണ്. അതായത് വെറും ഒരു മാസം കൊണ്ട് അവർ കത്തിച്ച് തീർത്തത് തങ്ങളുടെ 3.5 വർഷത്തെ ഉൽപ്പാദനത്തിന് തുല്യമായ ആയുധങ്ങളാണ്. ഇത് കൂടാതെ അമേരിക്കയുടെ ആഗോള താഡ് മിസൈൽ ശേഖരത്തിൻ്റെ 40% ഇതിനോടകം തന്നെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. വർഷത്തിൽ 100-ൽ താഴെ താഡ് മിസൈലുകൾ മാത്രമാണ് അവർ നിർമ്മിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ശോഷണം നികത്താനായിട്ട് കുറഞ്ഞത് അമേരിക്കയ്ക്ക് 4-5 വർഷം എടുക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന യഥാർത്ഥ വില്ലൻ കടന്നു വരുന്നത്. ഈ അത്യാധുനിക മിസൈലുകളുടെ റഡാറുകളിലും ഗൈഡൻസ് സിസ്റ്റങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന നിയോഡൈമിയം, സമേരിയം കോബാൾട്ട് തുടങ്ങിയ ഉയർന്ന ശേഷിയുള്ള കാന്തങ്ങൾ നിർമ്മിക്കാനുള്ള അപൂർവ ലോഹങ്ങളുടെ സപ്ലൈ ചെയിൻ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അവരുടെ മുഖ്യ ശത്രുവായ ചൈനയാണ്. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൻ്റെ കൈവശമുള്ള അപൂർവ ലോഹങ്ങളുടെ കരുതൽ ശേഖരം വളരെ വേഗം ശോഷിച്ചു കൊണ്ടിരിക്കുകയും ആണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് കേവലം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഇല്ലാതെയാകും എന്നുമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ആധുനിക യുദ്ധങ്ങളിലെ ചില കാണാപ്പുറങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ആയുധങ്ങൾ തീർന്നു പോകുന്നു എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു യുദ്ധം സാമ്പത്തികമായിട്ട് എങ്ങനെ ഒരു രാജ്യത്തെ തകർക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പശ്ചിമേഷ്യയിലും ചെങ്കടലിലും നമ്മൾ കാണുന്നത്. ലക്ഷങ്ങൾ മാത്രം വില വരുന്ന ഇറാനിയൻ മിസൈലുകളെയും $20,000 താഴെ മാത്രം നിർമ്മാണ ചെലവുള്ള ഡ്രോണുകളെയും തകർക്കാനായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകളാണ്. ചെങ്കടലിൽ ഒരു ഹൂത്തി ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്കൻ നാവികസേന പ്രയോഗിക്കുന്ന SM-2, SM-6 എന്നീ മിസൈലുകൾക്ക് $2 മുതൽ $4 ദശലക്ഷം വരെയാണ് വില വരുന്നത്. ഈ കോസ്റ്റ് എക്സ്ചേഞ്ച് റേഷ്യോയിൽ അമേരിക്ക പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അക്കങ്ങൾ മറ്റൊരു വലിയ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നാളെ ഒരുപക്ഷെ നേരിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാവുന്ന ഒരു രാജ്യത്തിൽ നിന്നും, അതായത് ചൈനയിൽ നിന്നും ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങൾ സ്വന്തം ഉൽപാദനശേഷിയേക്കാളും വേഗത്തിൽ അമേരിക്ക ഇന്ന് ഉപയോഗിച്ച് തീർക്കുകയാണ്. റിയാദിനോ ഇസ്രായേലിനോ മുകളിൽ വെച്ചൊരു മിസൈലിനെ തകർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ പേട്രിയറ്റും നാളെ തായ്വാൻ കടലിടുക്കിൽ ചൈനയുടെ DF-21 മിസൈലിനെ നേരിടാൻ ഇല്ലാതെ പോകുന്ന ഓരോ ആയുധമാണ്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നൽകിയ 155mm പീരങ്കി ഷെല്ലുകൾ അവരുടെ തന്നെ കരുതൽ ശേഖരത്തെ അപകടകരമായ നിലയിൽ താഴ്ത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഉപയോഗിച്ച് തീർക്കുന്ന ഓരോ റെയർ എർത്ത് മാഗ്നറ്റും പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ദുർബലപ്പെടുത്തുന്നത്. ഇറാനുമായിട്ടുള്ള ഈ പരോക്ഷ യുദ്ധം അമേരിക്കയുടെ ആയുധപ്പുരകളെ മാത്രമല്ല ശൂന്യമാക്കുന്നത്, മറിച്ച് ചൈനയ്ക്കെതിരെയുള്ള അവരുടെ ഡിറ്ററൻസ് കൂടിയാണ് ഇല്ലാതെയാകുന്നത്. ലോകത്തെ അപൂർവ ലോഹങ്ങളുടെ സംസ്കരണത്തിൻ്റെ 90% ഇന്നും ചൈനയുടെ കൈകളിൽ തന്നെയാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഉയർന്ന ശേഷിയുള്ള കാന്തങ്ങളുടെ ഉൽപ്പാദനത്തിലും 90% കുത്തക അവർക്ക് തന്നെയാണ്. വെടിയുണ്ടകളിലും നൈറ്റ് വിഷൻ ഗ്ലാസുകളിലും മറ്റും ഉപയോഗിക്കുന്ന ആൻറ്റിമണി പോലെയുള്ള ലോഹങ്ങളുടെ കയറ്റുമതി ചൈന അടുത്തിടെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടർമാരിൽ 78% പേർക്കും ചൈന അപൂർവ ലോഹങ്ങളുടെ വിതരണം നിർത്തിയാൽ ഉൽപ്പാദനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് റാൻഡ് കോർപ്പറേഷൻ കണക്കാക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. 2027 ജനുവരി 1 മുതൽ ചൈനീസ് നിർമ്മിത അപൂർവ ലോഹ കാന്തങ്ങൾ അടങ്ങിയ ഒരു ആയുധവും പെൻറ്റഗൺ വാങ്ങില്ല. എന്നാൽ ഈ ഡെഡ് ലൈനിലേക്ക് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അമേരിക്കയിലെ ഒരേ ഒരു അപൂർവ ലോഹഖനിയായിട്ടുള്ള MP മെറ്റീരിയൽസ് വർഷങ്ങളോളം തങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ സംസ്കരണത്തിനായിട്ട് അയച്ചിരുന്നത് ചൈനയിലേക്കായിരുന്നു. 2025 ചൈനയുമായിട്ടുള്ള ബന്ധം അവർ അവസാനിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്.
എന്നാൽ കാലിഫോർണിയയിലും ടെക്സസിലുമായിട്ട് കോടിക്കണക്കിന് ഡോളർ മുടക്കി സ്വന്തം സംസ്കരണശാലകൾ പൂജ്യത്തിൽ നിന്നും പടുത്തുയർത്താനായിട്ട് അവരിന്ന് പാടുപെടുകയാണ്. ചൈന പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത ഒരു കുത്തകയെ കേവലം 1-2 വർഷം കൊണ്ട് മറികടക്കുക എന്നത് അമേരിക്കയ്ക്കായാലും പ്രായോഗികമായിട്ട് അസാധ്യമാണ്. ഇതൊരു കേവല സപ്ലൈ ചെയിൻ പ്രശ്നം മാത്രമല്ല. മാനുഷിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായിട്ട് അമേരിക്കയെ കെട്ടിപ്പടുത്തത് അവരുടെ ഏറ്റവും വലിയ ശത്രു സംസ്കരിച്ച് നൽകുന്ന വസ്തുക്കൾ കൊണ്ടാണ്. ഈ വിരോധാഭാസത്തിൻ്റെ ഗണിതം ചൈനയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അമേരിക്കൻ സൈന്യത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഇറാനിയൻ മിസൈലുകൾക്ക് കൃത്യമായ ദിശ കാണിച്ചു കൊടുക്കുന്ന ബെയ്ഡു നാവിഗേഷൻ സിസ്റ്റവും അതിലെ അമോണിയം പെർക്ലോറേറ്റ് പ്രൊപ്പല്ലൻറ്റുകളും നൽകുന്നതും ചൈനയുടെ വിതരണ ശൃംഖലകളാണ്. ചുരുക്കത്തിൽ അമേരിക്ക ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വസ്തുക്കൾ നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് പിന്നിലെ സാങ്കേതികവിദ്യ നൽകുന്നതും ചൈനയാണ്. അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധപ്പുരകൾ നിറയ്ക്കാനായിട്ട് ചൈനീസ് നിയന്ത്രണത്തിലുള്ള ലോഹങ്ങൾ കൂടിയേ തീരൂ. ഇതിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ചോദ്യം ഒരു ഡീല് നടക്കുമോ എന്നതല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അതിജീവിക്കാനായിട്ട് ആവശ്യമായ ധാതുക്കൾക്ക് പകരമായിട്ട് പസഫിക്കിലെയും തായ്വാനിലെയും അമേരിക്കയുടെ എത്രത്തോളം തന്ത്രപരമായ മേധാവിത്വമാണ് ചൈനയ്ക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടി വരിക എന്നുള്ളതാണ്. അമേരിക്ക നേരിടുന്ന ഈ തന്ത്രപരമായ പ്രതിസന്ധി ഇന്ത്യൻ സൈനിക സംവിധാനങ്ങൾക്കും പ്രതിരോധ മന്ത്രാലയത്തിനും നൽകുന്നത് അതിശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. പാകിസ്ഥാൻ, ചൈന എന്നീ 2 ശത്രു രാജ്യങ്ങളെ ഒരേ സമയം നേരിടേണ്ടി വന്നേക്കാവുന്ന സാഹചര്യവും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും പരിഗണിക്കുമ്പോൾ നമ്മൾ ചില പാഠങ്ങൾ അടിയന്തരമായിട്ട് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് യഥാർത്ഥ സ്വാശ്രയത്വവും അസംബ്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആത്മനിർഭർ ഭാരത്, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികളിലൂടെ നമ്മൾ പ്രതിരോധ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമൊക്കെ നടത്തുന്നുണ്ട്. തേജസ് യുദ്ധവിമാനങ്ങൾ, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവയെല്ലാം ഇന്ത്യയുടെ അഭിമാനമാണ്. എന്നാൽ ഇവയുടെ ഹൃദയഭാഗമായ മൈക്രോ ചിപ്പുകൾ, സെൻസറുകൾ, ഗൈഡൻസ് കാന്തങ്ങൾ, വിമാനങ്ങളുടെ എഞ്ചിനുകൾ, ഉദാഹരണത്തിന് എഞ്ചിനുകൾ തന്നെ, ഇതിൻ്റെ എല്ലാം സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് വരുന്നത്? വിദേശത്ത് നിന്നും ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുന്നതിനെ പൂർണ്ണമായ സ്വാശ്രയത്വം എന്ന് വിളിക്കാനായിട്ടാവില്ല. ഇന്ത്യക്ക് ആവശ്യമായ അപൂർവ ലോഹങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിലെയും ഒഡീസയിലെയും തീരങ്ങളിലെ മോണോസൈറ്റ് മണൽ നമുക്കുണ്ടെങ്കിലും അത് വേർതിരിച്ചെടുത്ത് സൈനിക ആവശ്യങ്ങൾക്കുള്ള ഘടകങ്ങളായിട്ട് മാറ്റാനുള്ള നമ്മുടെ ശേഷി ഇന്നും ശൈശവാവസ്ഥയിലാണ്. ഇന്ത്യ സ്വന്തമായിട്ട് സെമി കണ്ടക്ടർ പ്ലാന്റുകളും അഡ്വാൻസ്ഡ് മെറ്റീരിയൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കണം. അമേരിക്കയ്ക്ക് ചെങ്കടലിൽ സംഭവിച്ച അബദ്ധം ഇന്ത്യ ആവർത്തിക്കാൻ പാടില്ല. പാകിസ്ഥാനോ ചൈനയോ നാളെ ഇന്ത്യക്ക് നേരെ വില കുറഞ്ഞ സ്വാം ഡ്രോണുകൾ അയച്ചാൽ അവയെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിലപിടിപ്പുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400 ബാരക്കേറ്റ് മിസൈലുകളോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആയുധപ്പുരകളെയും സമ്പദ് വ്യവസ്ഥയും ഒക്കെ പെട്ടെന്ന് കാലിയാക്കും. ഇതിന് പകരമായിട്ട് നമ്മൾ ഡയറക്റ്റഡ് എനർജി വെപ്പണുകൾ ധാരാളമായിട്ട് വികസിപ്പിക്കണം, ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് ലേസർ അടിസ്ഥാനമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ലേസർ വെപ്പൺസ്, ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ, ഇവയെല്ലാം ഇന്ത്യ വേഗത്തിൽ വികസിപ്പിക്കണം. ഒരു ലേസർ ബീം ഉപയോഗിച്ച് ഡ്രോണിനെ തകർക്കാനായിട്ട് വെറും വൈദ്യുത ചെലവ് മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാതെ ആൻറ്റി എയർക്രാഫ്റ്റ് പീരങ്കികളും, ഡ്രോണുകളെ വെടിവെച്ചിടാൻ വേണ്ടി പഴയ രീതിയിലുള്ള എന്നാൽ റഡാർ നിയന്ത്രിതമായിട്ടുള്ള ലഘു പീരങ്കികൾ വലിയ തോതിൽ അതിർത്തികളിൽ വിന്യസിക്കണം. എന്ന് മാത്രമല്ല, ഒരു നീണ്ട യുദ്ധം വന്നാൽ നമ്മുടെ ആയുധങ്ങൾ എത്ര ദിവസം നിലനിൽക്കും? കാർഗിൽ യുദ്ധസമയത്ത് ലേസർ ഗൈഡഡ് ബോംബുകൾക്കും സ്പെയർ പാർട്ടുകൾക്കുമായിട്ട് ഇന്ത്യക്ക് ഇസ്രായേലിനെയും മറ്റു രാജ്യങ്ങളെയും അടിയന്തരമായിട്ട് സമീപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കേണ്ട സുഖോയ് 30 വിമാനങ്ങളുടെയും ടാങ്കുകളുടെയും സ്പെയർ പാർട്ടുകൾ വൈകിയത് നമ്മൾ കണ്ടതാണ്. ചുരുങ്ങിയത് 40 ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രമായ ഒരു ഇരട്ട മുന്നണി യുദ്ധത്തിനുള്ള, അതായത് 2 ഫ്രണ്ട് വാറിനുള്ള ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സപ്ലൈകൾ തടസ്സപ്പെട്ടാൽ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഗവൺമെൻറ്റിന് കൃത്യമായ ധാരണകളും ഉണ്ടായിരിക്കണം. ഭാവിയിലെ യുദ്ധങ്ങൾ അതിർത്തികളിൽ മാത്രമല്ല, സപ്ലൈ ചെയിനുകളിലുമാണ് നടക്കുക. വെടിയുണ്ടകളോ ബോംബുകളോ ഇല്ലാതെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വ്യവസായങ്ങളെയും സൈന്യത്തെയും തളർത്താനായിട്ട് വിതരണ ശൃംഖലകൾ മുറിക്കുന്നതിലൂടെ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഇതിൻ്റെ ഒരു വശമാണ്.
അമേരിക്കയും യൂറോപ്പിനെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് സ്വന്തം പ്രതിരോധ നയങ്ങൾ രൂപീകരിക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയോടോ റഷ്യയോടോ പൂർണ്ണമായിട്ട് ചായുന്നതിന് പകരം സ്വന്തമായ സപ്ലൈ ചെയിനുകൾ ഇന്ത്യ സൃഷ്ടിക്കണം. ഫ്രാൻസ്, ഇസ്രായേൽ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് നിർണായക സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ പകരക്കാരായ വിതരണക്കാരെ കണ്ടെത്തണം. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ മാത്രം ആയുധങ്ങളും അസംസ്കൃത വസ്തുക്കളും വാങ്ങാമെന്ന് കരുതിയിരിക്കാതെ നിർണായക ഘടകങ്ങളുടെ വൻതോതിലുള്ള ഒരു സ്ട്രാറ്റജിക് റിസർവ് ഇന്ത്യ ഉടൻ തന്നെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിനായിട്ട് ഇന്ത്യ സൂക്ഷിക്കുന്ന സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിന് സമാനമായിട്ട് സെമി കണ്ടക്ടറുകൾ, ലിഥിയം, കൊബോൾട്ട്, നിയോഡൈമിയം, ടൈറ്റാനിയം തുടങ്ങിയ ലോഹങ്ങളുടെ ഒരു ദേശീയ കരുതൽ ശേഖരം രാജ്യത്തുണ്ടാവണം. ഇതിനായിട്ട് ക്വാഡ് രാജ്യങ്ങളുമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ ചേർന്ന് ചൈനയ്ക്ക് പുറത്തുള്ള ഒരു ആഗോള സപ്ലൈ ചെയിൻ രൂപീകരിക്കാനായിട്ട് ഇന്ത്യ മുൻകൈ എടുക്കുകയും വേണം. സൈന്യത്തിന് മാത്രം യുദ്ധം ചെയ്യാൻ കഴിയുന്ന കാലമൊക്കെ കഴിഞ്ഞു. സ്വകാര്യ വ്യവസായങ്ങൾ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവരെ എല്ലാം കോർത്തിണക്കിയുള്ള ഒരു സിസ്റ്റം അമേരിക്കയിലുണ്ട്, ഡർപ്പ പോലെയുള്ളവ. സമാനമായിട്ട് ഇന്ത്യയിലെ ഐഡെക്സ് പോലെയുള്ള സംരംഭങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്തുകയും ടാറ്റ, എൽ&ടി, മഹീന്ദ്ര, അദാനി തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്ക് പ്രതിരോധ ഗവേഷണത്തിനും നിർമ്മാണത്തിനും കൂടുതൽ സ്വാതന്ത്ര്യവും ഫണ്ടും അനുവദിക്കുകയും വേണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സിവിലിയൻ വ്യവസായങ്ങളെ എളുപ്പത്തിൽ സൈനിക ഉൽപ്പാദനത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും ആവശ്യമാണ്. ആയുധങ്ങളുടെ എണ്ണവും ഉയർന്ന സാങ്കേതികവിദ്യയും മാത്രം യുദ്ധം ജയിക്കാൻ പര്യാപ്തമല്ല എന്നതാണ് ഇന്നത്തെ മാറുന്ന ലോകക്രമം നമ്മളെ പഠിപ്പിക്കുന്നത്. യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ എത്ര വേഗത്തിൽ വിന്യസിക്കാനും നിർമ്മിക്കാനും കഴിയും, അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ ആരുടെ കയ്യിലാണ് ഉള്ളത്, സാമ്പത്തികമായിട്ട് ആ യുദ്ധം എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും എന്നതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ഭാവിയിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക പോലും ആയുധങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും കുറവ് കാരണം ഒരു വലിയ വിലപേശലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തണം. സ്വന്തം കാലിൽ നിൽക്കാനും തന്ത്രപരമായ സ്വയം പര്യാപ്തത കൈവരിക്കാനും സപ്ലൈ ചെയിനുകളുടെ നിയന്ത്രണം സ്വന്തം കൈകളിൽ സുരക്ഷിതമാക്കാനും ഇന്ത്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഗണിതം ഒരിക്കലും കള്ളം പറയില്ല. ആ ഗണിതം ഇന്ന് ഭൂരിഭാഗവും ചൈനയ്ക്ക് അനുകൂലവുമാണ്. അത് സാങ്കേതികവിദ്യയിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും മാറ്റി എഴുതുക എന്നതാണ് സ്വതന്ത്ര ഇന്ത്യയുടെയും നമ്മുടെ സൈനിക തന്ത്രജ്ഞരുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം.